വെൽക്കം ടു എഡ്യൂലാബ് ലേണിംഗ് പ്ലാറ്റ്ഫോം. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 29/7/2024 നടന്ന ഫീൽഡ് വർക്കർ എക്സാമിന്റെ ക്വസ്റ്റ്യൻസും അതുപോലെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ്. കാറ്റഗറി നമ്പർ 333/2023. SCERTയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഇത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് SCERTയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ ഡി. രാജാറാം മോഹൻ റോയാണ് ഇങ്ങനെ പറഞ്ഞത്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. രാജാറാം മോഹൻ റോയ്. രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്. സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്ഥാപിച്ചത്. മൂന്നാമത്തെ ചോദ്യം. താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആത്മറാം പാണ്ഡുരംഗ്. ആത്മറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. നാലാമത്തെ ചോദ്യം. നാവിക കലാപം നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി. ബോംബെയിലാണ് നാവിക കലാപം നടന്നത്. നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ബോംബെയിലാണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര്? നമുക്കറിയാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡോക്ടർ BR അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത്. നമുക്കറിയാം 1930, 31, 32 വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനം നടന്നത്. ലണ്ടനിലായിരുന്നു വട്ടമേശ സമ്മേളനം നടന്നത്. ഇതിന് 3 വട്ടമേശ സമ്മേളനങ്ങളിൽ നേതൃത്വം വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതും ഡോക്ടർ BR അംബേദ്കർ ആണ്. ആറാമത്തെ ചോദ്യം. ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത്? നമുക്കറിയാം അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ മൗലികാവകാശം കടം കൊണ്ടത്. മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യം അമേരിക്ക. ഏഴാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയിലെ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതിയാണ് 42ാം ഭേദഗതി. എട്ടാമത്തെ ചോദ്യം. ഭരണഘടനയിലെ ഏത് മൗലിക അവകാശം പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? നമുക്കറിയാം ബാലവേല ആർട്ടിക്കിൾ 23 പ്രതിപാദിക്കുന്നത്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അപ്പോൾ ഭരണഘടനയിലെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന മൗലികാവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്. ഒൻപതാമത്തെ ചോദ്യം. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പത്താമത്തെ ചോദ്യം. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A. 11ാമത്തെ ചോദ്യം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? നമുക്കറിയാം. ഉത്തരം ഓപ്ഷൻ സി. ആറ്റിങ്ങൽ കലാപം ആണ്. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 12ാമത്തെ ചോദ്യം. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? നമുക്കറിയാം. ഓപ്ഷൻ എ ആണ് ഉത്തരം. കെ കേളപ്പനാണ് 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. അതുപോലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചതും കെ കേളപ്പനായിരുന്നു. 13ാമത്തെ ചോദ്യം. ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. ഇതിൽ 2 ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു.
ഒന്നാമത്തെ ഓപ്ഷൻ മാറുമറക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. രണ്ടാമത്തെ ഓപ്ഷൻ 1859 മാറുമറക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കു അനുവദിച്ചു കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി, ഒന്നും രണ്ടും ശരിയാണ്. നമുക്കറിയാം ചാന്നാർ ലഹള നടന്നത് 1853 ഇതിന് തുടക്കം കുറിച്ചത്. മാറുമറക്കുന്നതിനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയായിരുന്നു ചാന്നാർ ലഹള. എന്നാൽ 1859 സ്ത്രീകൾക്ക് മാറുമറക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവായിരുന്നു. 14ാമത്തെ ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. 15ാമത്തെ ചോദ്യം, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഗൗരി പാർവതിബായി. ഗൗരി പാർവതിബായിയാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. എന്നാണ് ഇത് പുറപ്പെടുവിച്ചത്? ഈ വിളംബരം പുറപ്പെടുവിച്ചത് 1817 അടുത്തത് ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഷു ഫെയ് ഹോങ് ആണ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി. ഷു ഫെയ് ഹോങ് ഇന്ത്യയുടെ പുതിയ ചൈനീസ് സ്ഥാനപതിയായി നിയമിച്ചു. 17ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി, കെ വി മനോജ് കുമാറാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് കെ വി മനോജ് കുമാർ. 18ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഓപ്ഷൻ ബി ആണ്, പഞ്ചാബാണ്. ബാക്കി മൂന്നും നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചവയാണ്. ഏതൊക്കെയാണ് ഈ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ? കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ്. കാശ്മീരും ഹൈദരാബാദും ജുനഗഡുമാണ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. 19ാമത്തെ ചോദ്യം, ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. നമുക്കറിയാം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൽ ആന്ധ്രക്കാർക്ക് തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് പ്രത്യേകം ഒരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് നിരാഹാര സമരം നടത്തുകയും തുടർന്ന് മരണമടയുകയും ചെയ്ത വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. 20ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ യോജിക്കാത്തത് ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ ആണ് യോജിക്കാത്തത്, ഭിലായ് USA. ഭിലായ് നമുക്കറിയാം സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം നിർമ്മിച്ചത്. ബാക്കി എല്ലാ ഓപ്ഷൻസും ശരിയാണ്. ബൊക്കാറോ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല നിർമ്മിച്ചത് ജർമ്മനിയുടെ സഹായത്തോടെയാണ്. അതുപോലെ ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല നിർമ്മിച്ചത് ബ്രിട്ടന്റെ സഹായത്തോടെയാണ്. 21ാമത്തെ ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം മുൻ ISRO ചെയർമാനായിരുന്ന ശിവൻ ആണ്, കെ ശിവൻ. 22ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ? ഉത്തരം ഓപ്ഷൻ ബി, 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധം. 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ. 23ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ചത്? യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കേരളത്തിലെ കോഴിക്കോട് ജില്ലക്കാണ്. ഒരുപാട് തവണ ഈ ഇടയായിട്ട് PSC ചോദിച്ച ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമായിരുന്നു ഇത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. കേരളത്തിലെ
ഏത് നഗരത്തിലാണ് അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ചത് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം കോഴിക്കോട് നഗരത്തിനാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്. 24ാമത്തെ ചോദ്യം, പുതിയ ലോകസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ഓം പ്രകാശ് ബിർള. ഓം ബിർള. ഓം ബിർളയാണ് പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. 25ാമത്തെ ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ 1 കേരളത്തിലൂടെ ദേശീയ ജലപാത 3 ആണ് കടന്നു പോകുന്നത്. ഓപ്ഷൻ 2 കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ഓപ്ഷൻ 3 കേരളത്തിന്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൽ തന്നിരിക്കുന്ന ഈ 3 പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായത്. അതായത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് ജലപാത 3. ദേശീയ ജലപാത 3 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ഈ തന്നിരിക്കുന്ന 2 ഓപ്ഷൻസും ശരിയാണ്. കേരളത്തിന്റെ കിഴക്കൻ മേഖലയിലൂടെയല്ല ഇത് കടന്നു പോകുന്നത്. കേരളത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലൂടെയാണ് ഈ ദേശീയ ജലപാത കടന്നു പോകുന്നത്. 26ാമത്തെ ചോദ്യം, കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ഇതിൽ ശരി. സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. അതായത് മലനാട്ടിലുള്ള കാലാവസ്ഥ സുഗന്ധവിളകൾക്ക് അനുയോജ്യമാണ്. അതുകൊണ്ടാണ് തേയില, കാപ്പി തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ഇവിടെ കാണപ്പെടുന്നത്. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഓപ്ഷൻ 3 ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില കാണപ്പെടുന്നു എന്ന് പറയുന്നു. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലല്ല, താപനില ഇവിടെ വളരെയധികം കുറവായിട്ടാണ് കാണപ്പെടുന്നത്. നമുക്കറിയാം ഊട്ടി, വയനാട്, ഇടുക്കി എന്നിങ്ങനെ സ്ഥലങ്ങളിലൊക്കെ തണുപ്പ് വളരെയധികം കൂടുതലാണ്. ഇത് ആലോചിച്ചാൽ മതി. അപ്പൊ അവിടെ താപനില വളരെ കുറവായിരിക്കും. 27ാമത്തെ ചോദ്യം, കേരളത്തിന്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. അതായത് 650 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. ഈ പ്രസ്താവന തികച്ചും തെറ്റാണ്. നമുക്കറിയാം കേരളത്തിന്റെ തീരപ്രദേശം നീണ്ടു കിടക്കുന്നത് 580 കിലോമീറ്റർ ആണ്. ബാക്കി തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. അവ ഏതെല്ലാം എന്ന് നോക്കാം. 580 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്കു വഹിക്കുന്നു. 28ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഓപ്ഷൻസ് ഇവിടെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി 2ഉം 3ഉമാണ് ശരി. ഏതെല്ലാമാണെന്ന് നോക്കാം. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എണ്ണമാണ്. അതുപോലെ പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ടൊഴുകുന്നു. അപ്പോൾ കേരളത്തിൽ ആകെ 44 നദികളുണ്ട്. പ്രധാനപ്പെട്ട നദികൾ അത് 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു. അതുപോലെ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. അവയാണ് കബനി, ഭവാനി, പാമ്പാർ. ഇത് തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവനയാണ്. ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. 29ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്താംകോട്ട. 30ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. തെറ്റായ പ്രസ്താവന 3ാമത്തെ ഓപ്ഷനാണ്. പമ്പ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. തെറ്റാണ്. ബാക്കി തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. നമുക്കറിയാം 1940ലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതുപോലെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്.